ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ. എനിക്ക് നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രം, നേരിട്ട് കണ്ടിട്ടില്ല, മൊബൈലിൽ സംസാരിച്ചിട്ടില്ല. അപ്പാടെ നമുക്കിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കമന്റ് വരുമല്ലോ വൈറലായതുകൊണ്ട്. എനിക്ക് വൈറലായതുകൊണ്ട് പുള്ളി വൈറലായി നിൽക്കുന്നുണ്ട് എന്റെ ഒപ്പം തന്നെ. അത്യാവശ്യം വൈറലാണ് പുള്ളി. ഈ അവസരത്തിൽ തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞല്ലേ, അത് വയറിന്റെ കാര്യമല്ല അവിടെ സംസാരിക്കുന്നത്. അതന്നെ പറഞ്ഞത്. കാരണം എന്റെ അത്രയും വൈറലല്ല പുള്ളി. കാരണം പക്ഷെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പുള്ളി കേസിലുണ്ട്, പ്രതിയാണ്, 5ാം പ്രതിയായിട്ടാണ്. പക്ഷെ ഇതിൽ പറയാനുള്ളത് പുള്ളിയുടെ ഫോട്ടോയും ബൈക്കിന്റെ ഫോട്ടോയും വെച്ചിട്ടില്ല. കാരണം അവർക്ക് രണ്ടവർക്ക് പബ്ലിസിറ്റി ഇല്ല. പക്ഷെ നമ്മളിപ്പോ പ്രതി ചേർത്തിട്ടുണ്ട്. പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് അത് ഭയങ്കര രീതിയിൽ അത് കോലാഹലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വ്യക്തിഗതത്തിൽ ഭയങ്കര സത്യമുണ്ടോ? സത്യമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് പറയാനല്ല, ഇതുകൊണ്ട് പൊട്ടത്തരം പറയാനല്ല. ജസ്റ്റ് അതായത് അഭിലാഷ് ആട്ട എന്ന് പറയുന്ന എന്റെ പേജിന്റെ താഴെ ഒരു ദിവസം ഈ പറയുന്ന വ്യക്തി വന്നിട്ട് കമന്റ് ഇട്ടു. അതായത് വിനീതിന്റെ ഫോട്ടോയും കുറെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇട്ടേക്കണെന്ന് വെച്ചപ്പോ അവർ അതിനകത്ത് തന്നെ കമന്റ് വരികയാണ്, ഇയാൾ പീഡിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുക, എന്റെ പേജിന്റെ താഴെയല്ലോ എന്ന് പറഞ്ഞു. എന്റെ പേജിന്റെ താഴെയല്ലോ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഇവര് എന്നോട് ശത്രുത കാണിച്ചിട്ട് കുറെ എന്റെ ഏത് ഫോട്ടോ ഇട്ടാലും അവർ വന്നിട്ട് ഒരു വൃത്തിയുടെ ചിഹ്നങ്ങളൊക്കെ ഇടും. എന്റെ മെസ്സഞ്ചറിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ഇത് എടുത്ത് ഇട്ടേക്കും. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. എനിക്കറിയാം ഇവരോട് റിപ്പോർട്ട് കൊടുക്കാൻ പോയാൽ ശരിയാവില്ല എന്ന്. പിന്നെ ഈ ഇട ഞാൻ നോക്കി ചേരാനെല്ലൂർ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തേക്കും. അപ്പൊ വിനീത് എന്ന് പറഞ്ഞ വ്യക്തി, ഇവര് തമ്മിൽ എന്താണെന്ന് നമുക്കറിയില്ല. അവരായിട്ട് സൗഹൃദമാണോ എന്ന് നമുക്കറിയില്ല. വിനീത് പറയണ ഒന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ ഒരു ബോയ് ഫ്രണ്ടായിട്ട് സുഹൃത്തെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവരുടെ കാര്യം. അത് അവരായിട്ട് സ്റ്റേഷനിൽ ഇപ്പൊ പറഞ്ഞ് അന്വേഷിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ആറാട്ടെണ്ണ ഞാന പെരേര ഈ ഒരു കേസ് ഇവരെ കണ്ടിട്ട് പോലും അത് ഞങ്ങളുടെ പേരിൽ വെറുതെ എഴുതി വെച്ചിരിക്കുക. ഇതിന്റെ പേര് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഭയങ്കര പ്രശ്നമാണെന്ന് വെച്ചാൽ ആളുകളോരോട്ട് കളിയാക്കലും പുച്ഛവും ഇതൊക്കെയാണ്. പണ്ട് തന്നെ ഇവന്റെ ഒരു കേസ് വന്നായിരുന്നു, റിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ. അത് അന്ന് റിയ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഇട റിയ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചേക്കുവാണ്, അന്ന് ആരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന്റെ പേരില് നമ്മൾ അനുഭവിച്ചത് എന്താണെന്നറിയോ? പീഡനം. നമ്മൾ അനുഭവിച്ച പീഡനം അല്ലേ? അപ്പൊ എന്ന് പറയുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും അവസാനം ഇതെല്ലാം തെളിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയും, ഇത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അറിയാം, അങ്ങനെയാണ് കെട്ടിയിട്ടു പറയുന്നുണ്ട്. നമുക്ക് ഇതൊന്നും പറ്റാത്ത വലിയ വലിയ സംഘം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ കാര്യമല്ല പറഞ്ഞത്, അങ്ങനെ അനുഭവം അവർക്ക് ഉണ്ടെങ്കിൽ ആ ദിവസം തന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകും. അപ്പൊ ആദ്യം വിനീത് ചെയ്തെന്നാ പറയണത് അവര് പറയണം. പക്ഷെ വാർത്തക്കാര് വളച്ചൊടിച്ചത് നമ്മളെല്ലാം കൂടി പീഡിപ്പിക്കുന്ന രീതിയിലാണ് പറയണം. എടാ ഞാൻ പറയട്ടെ, അങ്ങനൊന്നുമല്ല. ആ സംഭവം അത് പറഞ്ഞ വ്യക്തമായിട്ട്. അപ്പൊ അങ്ങനെ സംഭവം അനുഭവം ഉണ്ടായി, ഒരാൾ തല്ലോ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ കെട്ടിയിടോ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയേണ്ടതാണ് ചെയ്യുന്നത്. കളി ചോദിച്ചെന്നൊക്കെ പറയണത്. മറ്റേ അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിലേ, സിനിമയിലായിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും വേറെ കാര്യങ്ങളും പറയാൻ നമ്മളങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഈ വ്യക്തിയെ ജീവിതത്തിൽ നമ്മുടെ പേര് പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടിട്ട് പോയില്ല, കേട്ടിട്ടുമില്ല. അതായത് അവര് പറഞ്ഞു വാട്സപ്പ് വീഡിയോ കോളിലൊക്കെ വന്നു, ഓഡിയോ കോളിലൊക്കെ വന്നെങ്കിൽ എല്ലാം എടുക്കാനുള്ള സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് എടുക്കാനുള്ള കഴിവുണ്ട് അല്ലേ? സൈബറിൽ നിന്ന് വിളിച്ചായിരുന്നു മറ്റേ മെഡിക്കൽ എടുക്കാന്നൊക്കെ പറയണ്ട. എനിക്കറിയില്ല, എനിക്കില്ല. കാരണം പല ഫേക്ക് ആയിട്ട് ആൾക്കാരെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. അതാണെന്ന് അറിയില്ല. ഫേക്ക് ആയിട്ടല്ല, അത് മറ്റേ സൈബർ സെല്ലിന്റെ സൗണ്ട് കേട്ടോ, അത് കൃത്യമായിട്ട് ചെയ്യില്ലല്ലോ. അത് ചില സത്യമായിരിക്കും. കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ വ്യക്തിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കണം. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. നമ്മൾ തമ്മിൽ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചെടുത്തത്? ഇതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ല പെരേരെ, എന്തിനാണ് ഇതിന്റെ ആവശ്യം? പെരേരയുടെ പേരിൽ കേസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട്. രജിസ്റ്റർ ആണല്ലോ, 12ാം തീയതി രജിസ്റ്റർ ആയത്. ആ കേസ് രജിസ്റ്റർ പോലീസുകാർ അന്വേഷിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് സ്റ്റേഷനിൽ പറഞ്ഞായിരുന്നു. അവരെന്താ പറഞ്ഞേ? നമ്മൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞ ഈ ഏരിയയുടെ ബാക്കിലൂടെ ചെക്ക് ചെയ്തെന്നൊക്കെ പറയണം. നമ്മള് ബാക്കിലൂടെ പോയിട്ട് ഒരാളെ ഫ്രണ്ടിലൂടെ പോലും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരോടും ഒരു കാര്യം പറയാം, ദയവ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ഇവര് പോലീസ് സ്റ്റേഷനിൽ ഞാനെന്നാ ഒരു സാറിനോട് പറഞ്ഞായിരുന്നു. കാരണം ഹണി ട്രാപ്പിന്റെ കാലാണെന്നാണ് ആ സാറ് പറഞ്ഞത് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു, ഇവരൊരു സ്ത്രീ ആണെന്ന് തോന്നല. പലരും പറഞ്ഞു ആണ് വേഷം കെട്ടി നടക്കുമെന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് തെളിവ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇനിയും ആളുകൾ പെടും അല്ലെ? ഇനിയും ആളുകൾ പെടും.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോട്ടെ പാവങ്ങളെ അടിച്ചേൽപ്പിക്കണവരെ വേറെ ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഇവര് ക്രിമിനൽ കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെ നോക്കുന്നതാണ്. കാരണം കൂടുതലും എന്റെ പേരും സന്തോഷ് വർഗയുടെ പേരാണ് യൂസ് ചെയ്യപ്പെടുന്നത് ക്രിമിനൽ കേസ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് എന്താ ഗുണം? ഞാൻ പറഞ്ഞു വ്യക്തി വൈരാഗ്യം വിനോദിനോട് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പൊ എന്നോട് വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷനിലും നോക്കുമ്പോഴേ ഞാൻ നിറസാധനത്തിലായിട്ട് നിൽക്കാറുണ്ട്. ഇപ്പൊ പൂജയിൽ പോയാലും ഇപ്പൊ അതിന്റെ കണ്ടന്റെടുത്തിടും, പ്രസ് മീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഓരോരോ ഫംഗ്ഷന് ഓഡിയോ ലോഞ്ച് അങ്ങനെ എല്ലാ ഫംഗ്ഷൻ, പിന്നെ തിയേറ്റർ റിവ്യൂ, അങ്ങനെ എല്ലാ മേഖലയിലും സിനിമക്കാരുടെ കൂട്ടത്തിൽ ഇപ്പൊ പിന്നെ ഫോണിനോടെ ആണെങ്കിലും ഷൈൻഡൗണിനോടെ ആണെങ്കിലും റിവ്യൂ ഒക്കെ ചെയ്തല്ലോ ഒരുമിച്ച് നിന്നൊക്കെ കണ്ടിട്ടില്ലേ, ഒരുമിച്ച് നിന്ന് റിവ്യൂ ചെയ്യണം. അപ്പൊ അതേ കണ്ടൊരു ആൾക്കാർക്കൊരു അസൂയയും ഭ്രമവും മൂത്തിട്ട് ഇങ്ങനെ ഉള്ളൊരു ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ആറാട്ടൺ ലോകം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഇവരെ ഇറക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. ആറാട്ടന്റെ ലോകം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഇവരെ നിർബന്ധിച്ച് ന്യൂസ് കൊടുത്തത്. നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് അവര് പറയുന്നത് ആറാട്ടൻ ലോകത്തിലെ പിള്ളേർ ഒഴിഞ്ഞു മാറിയില്ല. ചെയ്തെങ്കിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഒളിവിൽ പോകാൻ പറ്റും. ഇപ്പൊ ബെഹറിലുണ്ട് ഡാഡിയുണ്ട്, പിന്നെ പഞ്ചാബിൽ എന്റെ സിസ്റ്റർ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഇപ്പൊ നമ്മള് കൊച്ചിയിൽ തന്നെ നിൽക്കണില്ലേ, നമ്മള് പേടിച്ച് വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യം പേടിപ്പിക്കാനൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അതല്ല പറഞ്ഞ ഇപ്പൊ കാണുന്ന ജനങ്ങളോടൊന്ന് പറയാണ്ട് ഇവരെ ഈ വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല കേട്ടിട്ട് പോലുമില്ല. ദയവ് ചെയ്ത് നിങ്ങളെ വിശ്വസിക്കുക. കാരണം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ അമ്മയിലൊക്കെ നടക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നിരപരാധിയാണ്. ഇതുവരെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് അവരെ തെറി വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയും അല്ലേ. ചിലപ്പോ ചെയ്യാത്ത തെറ്റായിരിക്കും അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ആരെയും ബോഡി ഷേമിങ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമല്ല. അതിനാൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ പണ്ട് ഈ ഓരോ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കറുത്ത പെൺകുട്ടികൾ ഇഷ്ടമല്ലെന്ന്, മനസ്സിലായത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. പലരും കളിയാക്കി പറഞ്ഞു. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നോക്കുമ്പോൾ അങ്ങനത്തെ ട്രാൻസ്ജെൻഡറുമാണ്, അത്യാവശ്യം നിറം മങ്ങിയ ഒരു പെൺകുട്ടിയാണ്. കളിയാക്കിയതല്ല. അപ്പൊ അങ്ങനത്തെ ഒരു പെൺകുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിന്റെ കൂടെ ഒരു സെക്സ് ആവശ്യപ്പെടാനായിട്ട് ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തെറ്റാണ്. കാരണം ഞാനൊരു വ്യക്തി നല്ലൊരു പെൺകുട്ടിയെ മാത്രമേ അങ്ങനെ ഒരു പ്രണയത്തിലായി ഒരു കല്യാണത്തിന് ശേഷം ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അല്ലാണ്ട് ഇങ്ങനെയുള്ളൊരു പെട്ടെന്നുള്ള ഒരു ഏർപ്പാടിൽ നമ്മൾ ഏർപ്പെടില്ല. ഞാൻ ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ചോദിക്കാൻ കണ്ടേക്കണ വീഡിയോയിലല്ലേ കണ്ടുള്ളൂ. അതായത് മീഡിയയില് പിന്നെ മലയാളി വാർത്തയിൽ അല്ലേ, അതാണ് ഇവിടെ പറയേണ്ടത്. അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ കാണുന്ന അവരുടെ മുഖം മുഖം ഇപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഓരോ ആളുകളും പറയില്ല. ഇപ്പൊ എന്നോട് ഇന്റർവ്യൂ എന്ന പ്ലാറ്റ്ഫോം ഞാൻ സിറ്റിംഗ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും ഒരുപാട് ലേഡി പെൺകുട്ടികളെ വരുന്നത് അല്ലെ നമുക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അനുഭവത്തിൽ മോശമായിട്ട് ആരോടും ഞാൻ പ്രതികരിച്ചില്ല. അപ്പൊ തന്നെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഈ പെൺകുട്ടി പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിച്ചാണ് ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നത്. ചെയ്യുന്നത് തെണ്ടിത്തരമാണ്. ഓൺലൈൻ മീഡിയ പോട്ടെ, അവര് പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് കൂട്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ എതിരായിട്ട് നിൽക്കും. പക്ഷെ ഈ ന്യൂസ് ചാനൽ ഇത് ഏറ്റെടുത്ത് ഇത് എയറിലാക്കുന്നതോടാണ് ഭയങ്കര സങ്കടം. കാരണം 24 മനോരമ കണ്ടില്ല ആറാട്ടെണ്ണം ഒളിവിലാന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ. ആറാട്ടെണ്ണം കൂടെ കാണും. ഇവന് ബ്രാൻഡാണ് ആറാട്ടെണ്ണം. ഒളിവിൽ പോകേണ്ട കാര്യമില്ല. അവര് കോടതി കേസായിട്ടൊക്കെ നോക്കുന്നുണ്ട്. നമ്മള് മാനനഷ്ടത്തിനെതിരെ കേസ് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേര് വലിച്ചിട്ട് അതിന്റെ പേരിൽ പിന്നെ എന്റെ വീട്ടിൽ അമ്മയൊക്കെ ഭയങ്കര ബഹളമാണ്. ഒന്ന് ഓർത്ത് നോക്കും. സമാനം ഫോട്ടോ വരാത്തപ്പോ അട്ടയം ഇല്ലെന്ന് ഓർത്തു. പക്ഷെ പേര് പെട്ടെന്ന് അവര് പറഞ്ഞപ്പോ പേടിച്ചു പോയി അല്ലേ. പേടിച്ചു നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും പെടുത്താന്നുള്ളൊരു ഉദാഹരണമാണ്. സ്ത്രീകൾക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു കാര്യം സ്ത്രീകളെല്ലാം ഇതായിട്ട് പറഞ്ഞല്ല. ചിലവര് അല്ലെ നെഗറ്റീവ് ഇപ്പൊ തന്നെ മുകേഷ് ചേട്ടൻ മറ്റേ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പാടില്ല. അതൊക്കെ കേസ് തെളിയിക്കുമ്പോഴേ അറിയുള്ളൂ കാര്യം. വർഷങ്ങൾക്ക് പാടുന്ന കാര്യമല്ല ഇപ്പൊ പറയും. എന്തായാലും പ്രിയപ്പെട്ട സഹോദരി, എന്തായാലും ഇത് കാണുവാണെങ്കിൽ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഞങ്ങളെന്ന് നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസായിട്ട് പോവുക അല്ലെ. അത് ആ വ്യക്തിക്കെതിരെ അത് നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ പോവുക. അതാണ് യഥാർത്ഥമായിട്ട് ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പവർ ഗ്രൂപ്പിൽ ദിലീപേട്ടൻ ഉണ്ടെന്നൊക്കെ പറയണ്ട, അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് തോന്നുന്നത്. കാരണം
ഇതിലോട്ട് വിളിച്ചായിരുന്നല്ലോ ഇപ്പൊ. വിളിച്ചല്ല അത് ദിലീപേട്ടൻ പണ്ടത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണ് ദിലീപേട്ടൻ തായക്കടയിൽ നിന്ന് വന്ന പുള്ളിയാണ്. അപ്പൊ പുള്ളി ഈ ഇതുപോലത്തെ ഒരു സംഘടന ഒരു പുള്ളിയായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഒന്നും ഇല്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട് പവർ ഗ്രൂപ്പിലെ പുള്ളി ഉണ്ടെന്ന്. അപ്പൊ എന്റെ ഒരു വാർത്തയും പുള്ളിയുടെ പെട്രോൾ വരുന്നുണ്ട്. ദിലീപ് സന്തോഷം ക്യാരക്ടർ 4 ദിവസം പറയുന്നത് അവർക്ക് തെറ്റാണ്. വേണ്ടിയാണ് അടി ഇറന്നു വന്നത്.